طلابي الأعزاء السلام عليكم ورحمة الله وبركاته. في الصف الماضي درسنا درسا اسمه മത്ലൂബ് മുത്തർജിമുൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിഭാഷകൻ്റെ അപേക്ഷ എന്നുള്ള പാഠമാണ് പഠിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് തയ്യാറാക്കേണ്ട സീറത്തുൻ ദാത്തിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിച്ചു. تقدم رضوان لوظيفة مترجم وحصل على بريد الإلكتروني من مركز الترجمة القانونية في الهند. تقدم നൽകി അപ്ലൈ ചെയ്തു റിൽവാൻ വലീഫത്തി മുത്തർജിം ആ അപേക്ഷ നൽകി, ട്രാൻസ്ലേറ്റർക്കുള്ള ആ ജോലിക്കുള്ള അപേക്ഷ നൽകി. ഹസ്വല അല അങ്ങനെ അവന് ലഭിച്ചു ബരീദുൽ ഇലക്ട്രോണി ഒരു ഇമെയിൽ മിൻ മർക്കസി തർജമത്തിൽ ഖാനൂനിയ ഫിൽ ഹിന്ദി ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിൽ നിന്ന് ഇന്ത്യയിലുള്ള. അപ്പോൾ ആ ഒരു ഇമെയിലാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നദ്റുസു അല്യൗമു ബരീദുൽ ഇലക്ട്രോണിയ. നമ്മളിന്ന് പഠിക്കുന്നത് ഒരു ബരീദുൽ ഇലക്ട്രോണിയയാണ്. ഉൻളുർ ഇല സ്വഫഹത്തി അസ്സബഈൻ 70-ാമത്തെ പേജിലേക്ക് നോക്കുക. മിൻ മർക്കസി തർജമത്തിൽ ഖാനൂനിയ ഫിൽ ഹിന്ദ്. മിൻ മർക്കസ് അങ്ങനെയാണ് തുടങ്ങുന്നത്. മിൻ മർക്കസി തർജമത്തിൽ ഖാനൂനിയ ഫിൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഇമെയിൽ തുടങ്ങുന്നത്. അതിൽ കാണുന്നില്ല ടെക്സ്റ്റ് ബുക്കിൽ. മിൻ മർക്കസി തർജമത്തിൽ ഖാനൂനിയ. മർക്കസു തർജമത്തിൽ ഖാനൂനിയ എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. എന്താണ്? ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെയാണ് ജോലിക്ക്, ആ ട്രാൻസ്ലേറ്റർ ജോലിക്ക് അപേക്ഷിച്ചിരുന്നത്. ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ. അൽ മൗലു സബ്ജക്റ്റാണ് അടുത്തത് വരുന്നത്. മൗലു നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അതിന് സബ്ജക്റ്റ് ഉണ്ടാവും. എന്ത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലെറ്റർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മൗലു സബ്ജക്റ്റ്. അൽ ഹുലൂറു ഫിൽ മുഖാബലത്തി. അൽ ഹുലൂർ എന്ന് പറഞ്ഞാൽ ഹാജരാവലാണ്, പ്രസൻ്റ് ആവൽ. ഫിൽ മുഖാബലത്തി ഇൻ്റർവ്യൂവിൽ. മുഖാബലത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ. അസ്സയ്യിദു റിൽവാൻ. അടുത്ത വരി സയ്യിദ് എന്നുള്ളത് കുറച്ച് ബഹുമാനത്തോടു കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. സർ എന്നൊക്കെയാണ് അർത്ഥം. സയ്യിദ് റിൽവാൻ, സർ റിൽവാൻ. റിൽവാന് അപ്ലൈ ചെയ്ത അപേക്ഷകൻ്റെ പേരാണ്. അസ്സലാമു അലൈക്കും. അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളുടെ മേലിൽ ഉണ്ടാവട്ടെ എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. എന്നിട്ട് പറയാണ്, കണ്ടൻറ്റിൽ പറയുന്ന എന്താ? ഇസ്തലംന സീറത്തക്ക ദാത്തിയ. ഇസ്തലംന ഞങ്ങൾ കൈപ്പറ്റി, ഞങ്ങൾക്ക് ലഭിച്ചു. ഇസ്തലംന ഞങ്ങൾക്ക് ലഭിച്ചു. സീറത്തക്ക ദാത്തിയ. സീറത്തു ദാത്തിയ എന്ന് പറഞ്ഞാൽ ബയോഡാറ്റയാണ്. സീറത്തക്ക എന്ന് പറയുമ്പോൾ നിൻ്റെ എന്നുള്ള അർത്ഥം കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ സീറത്തക്ക ദാത്തിയ നിൻ്റെ ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടി ബോധിച്ചു. നെർജു മിൻക. നെർജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെയാണ്. ഇവിടെ നെർജു മിൻക താങ്കളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അൽ ഹുലൂറ പ്രസൻ്റ് ആവണം. നിങ്ങൾ പ്രസൻ്റ് ആവണം, ഹാജരാവണം. എന്തിനാണ്? ഫിൽ മുഖാബലത്തി ഇൻ്റർവ്യൂവിൽ. മുഖാബലത്ത് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ. നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞു. മുഖാബലത്തി ഇൻ്റർവ്യൂവിൽ നിങ്ങൾ പങ്കെടുക്കണം. ബി താരീഖി 21 നവംബർ 2024. അപ്പോൾ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ബി താരീഖിൻ ഡേറ്റിൽ. ഏതാ ഡേറ്റ്? 21/11/2024 എന്ന് പറഞ്ഞാൽ നവംബർ മാസം 21-ാം തീയതിയാണ്. ഫിസാഅത്തിൽ ആഷിറത്തി സ്വബാഹൻ. ഫിസാഅത്തിൽ ആഷിറ 10 മണിക്ക്. നമ്മൾ ക്രൈറ്റീരിയ പറഞ്ഞ സമയത്ത്, ഇന്നലത്തെ ക്ലാസ്സിൽ ആ ക്രൈറ്റീരിയകൾ പറഞ്ഞ സമയത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്? ഫിസാഅത്തിൽ ആഷിറത്തി 10 മണി എന്നുള്ളത്. സ്വബാഹൻ രാവിലെ 10 മണിക്ക്. ബിഷഹാദാത്തി ഫിൽ മർക്കസി തർജമത്തിൽ ഖാനൂനിയ. ബിഷഹാദാത്തി സർട്ടിഫിക്കറ്റുകളുമായിട്ട്. ബിഷഹാദാത്തി സർട്ടിഫിക്കറ്റുകളുമായിട്ട്. ഷഹാദത്തുൻ ജമ്മു ഷഹാദാത്ത് സർട്ടിഫിക്കറ്റുകൾ. ഫിൽ മർക്കസി തർജമത്തിൽ ഖാനൂനിയ ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിൽ ബി തിരുവനന്തപുരത്തുള്ള ഫിൽ ഹിന്ദ് ഇന്ത്യയിലെ. അപ്പോൾ ഇന്ത്യയിലെ തിരുവനന്തപുരത്തുള്ള ലീഗൽ ട്രാൻസ്ലേഷൻ സെൻറ്ററിലെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് രാവിലെ 10 മണിക്ക് നിങ്ങൾ ഹാജരാവണം എന്നാണ് പറയുന്നത്. മഅ ഖാലിസു തഹിയാത്തി
ആശംസകളോടെ, ഖാലിസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയുള്ള എന്നൊക്കെയാണ്. മാ ഖാലിസ് തഹിയാത്തി, ഉത്തമമായ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടെയുള്ള ആശംസകളോടെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മുദീറു ഖിസ്മത്ത് തൗലീഫ്, മുദീർ എന്ന് പറഞ്ഞാൽ മാനേജർ, മുദീറു ഖിസ്മത്ത് തൗലീഫ്, ഖിസ്മ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ്, വിഭാഗം, തൗലീഫ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജറാണ് ഈ മെയിൽ അയച്ചിട്ടുള്ളത്. ഓക്കെ, പാഠഭാഗം ഒരിക്കൽ കൂടെ വായിച്ച് മനസ്സിലാക്കുക. അതിന് താഴെ നോക്കുക. നുർസിലു സീറത്തന അല്ലാത്തിയ ഇലാ മുദീരിൽ മദ്രസത്തി അബുറൽ ബരീദ്. നുർസിലു നമുക്കയക്കാം, ഇതൊരു ആക്ടിവിറ്റിയാണ്. നുർസിലു നമുക്ക് അയക്കാം. സീറത്തന അല്ലാത്തിയ, സീറത്തന നമ്മുടെ, സീറത്തന അല്ലാത്തിയ നമ്മുടെ ബയോഡാറ്റ, നമ്മുടെ ബയോഡാറ്റ നമുക്ക് അയക്കാം. ഇലാ മുദീരിൽ മദ്രസത്തി, സ്കൂൾ പ്രിൻസിപ്പാളിന്. മുദീറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തിൻ്റെ മാനേജർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്ക് നമുക്ക് അയക്കാം. അബുറൽ ബരീദ്, ഇമെയിൽ വഴി എന്താണ് നമുക്ക് അയക്കാം എന്നാണ്. അപ്പോൾ നമ്മളെ ബയോഡാറ്റയുടെ ഫോർമാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അതെന്ത് ചെയ്യാം, ഒരു A4 ഷീറ്റിലൊക്കെ എഴുതിയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. നെക്സ്റ്റ് പേജ് 71-ാമത്തെ പേജ് നോക്കുക. കമിസാ, കം എത്രയാണ്, അസാഅത്തു സമയം, സമയം എത്രയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമയം എന്തുണ്ട് നോക്കാൻ അറിയുന്നുണ്ടാവും. ഇപ്പോൾ എത്രയാണ് സമയം എന്നുള്ളത് അറബിയിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഇവിടെ നോക്കുക, ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് 10 മണിയാണ്. വലിയ ഒരു ഘടികാരം, ഒരു ക്ലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു 10 മണിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അസാഅത്തുൽ ആശിറത്തി 10 മണി, അസാഅത്തുൽ ആശിറത്തി 10 മണി എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹയ്യാ നലുബിത്തുൽ ഔഖാത്ത്, ഹയ്യാ നലുബിത്തു നമുക്ക് കൃത്യമാക്കാം, അൽ ഔഖാത്ത് സമയം. താഴെ 3 ക്ലോക്കുകളുണ്ട്, പക്ഷെ അതിൽ സൂചികൾ കൊടുത്തിട്ടില്ല. ആ സൂചികൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന സമയം വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ചേർത്ത് കൊടുക്കണം. അസാഅത്തുൽ വാഹിദത്തി എന്നാണ് ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 മണി. 1 മണി എന്നുള്ളത് എങ്ങനെയാണ് ക്ലോക്കിൽ സൂചികൾ വരിക, ചെറിയ സൂചിയും വലിയ സൂചിയും എങ്ങനെയാണ് വരിക എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തത് അസാഅത്തു സാനിയത്തി 2 മണി, 2 മണി എങ്ങനെയാണ് വരിക എന്നുള്ളത്. മൂന്നാമത്തത് അസാഅത്തു സാലിസത്തി 3 മണി. ഇങ്ങനെ 3 ക്ലോക്കിൻ്റെ ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ചിത്രമായിട്ട് രേഖപ്പെടുത്തണം. അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം, അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 72-ാമത്തെ പേജിൽ 3 ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്, 3 സമയങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള സമയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സമയങ്ങൾ താഴെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ക്ലോക്കിൽ നോക്കുകയാണെങ്കിൽ ചെറിയ സൂചി 4-ലാണ്, വലിയ സൂചി 12-ലാണ്. അങ്ങനെയാണെങ്കിൽ സമയം വരുന്നത് 4 മണിയാണ്. അതെങ്ങനെയാണ് എഴുതുക, അസ്സാഅത്തു അറാബിഅത്തി എന്നാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് 6 മണിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ അപ്പോൾ വരേണ്ടത് അസ്സാഅത്തു അസാദിസത്തി എന്നാണ് വരേണ്ടത്. അടുത്തത് വരുന്നത് 5 മണിയാണ്. അപ്പോൾ അതിന് നേരെ നിങ്ങൾക്കറിയാം എങ്ങനെ വരിക എന്നുള്ളത്, അസാഅത്തു അൽ ഖാമിസത്തി 5 മണി എന്നുള്ളതാണ്. അതിന് താഴെ ഒരു 3 ക്ലോക്കിൻ്റെ ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് വലതുവശത്തായിട്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികളുടെ സെൻറ്റൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, ഇസ്തൈഖലുത്തു മിനൻ നൗമി ഫിസ്സാഅത്തി റാബിയ. ഇസ്തൈഖലുത്തു ഞാൻ എഴുന്നേൽക്കുന്നു, ഞാൻ ഉണർന്നു, മിനൻ നൗമി ഉറക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്നു, ഫിസ്സാഅത്തി റാബിഅത്തി 4 മണിക്ക് ഉണർന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങളെത്ര മണിക്കാണ് ഉണരുക എന്നുള്ളത് അവിടെ ചേർത്ത് കൊടുക്കുക. സാത്തി അൽ ഖാമിസത്തി ആണെങ്കിൽ ഖാമിസത്തി, സാദിസത്തി ആണെങ്കിൽ സാദിസത്തി. അതോടൊപ്പം തന്നെ ആ ക്ലോക്കിൽ ആ സമയം കൂടെ എന്ത് ചെയ്യുക, രേഖപ്പെടുത്തുക. രണ്ടാമത്തത് വരുന്നത് ഖറജത്തു ഇലൽ മദ്രസത്തി ഫിസ്സാഅത്തി താസിഅത്തി. ഖറജത്തു ഞാൻ പുറപ്പെട്ടു, ഇലൽ മദ്രസത്തി വിദ്യാലയത്തിലേക്ക്, സ്കൂളിലേക്ക്, ഫിസ്സാഅത്തി താസിഅത്തി 9 മണിക്ക് പുറപ്പെട്ടു. നിങ്ങൾക്കത് വേണമെങ്കിൽ നേരത്തെ ആക്കണമെങ്കിൽ 8 മണി ആക്കണമെങ്കിൽ 8 മണിയാക്കാം, അങ്ങനെ എഴുതാം. അതേപോലെ അത് രേഖപ്പെടുത്തുകയും വേണം ക്ലോക്കിൽ, ആ ഘടികാരത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം.
മൂന്നാമത്തത് വരുന്നത് റജഅ്തു മിനൽ മദ്രസത്തി ഫിസ്സാഅത്തിൽ ഖാമിസ. റജഅ്തു ഞാൻ മടങ്ങി, മിനൽ മദ്രസത്തി വിദ്യാലയത്തിൽ നിന്ന്, ഫിസ്സാഅത്തിൽ ഖാമിസത്തി 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്ക് ഞാൻ മടങ്ങി എന്നാണ്. അതിന് മുന്നേ മടങ്ങുന്നവരുണ്ടെങ്കിൽ 4 മണി അല്ലെങ്കിൽ 4 മണി. അപ്പോൾ റജഅ്തു മിനൽ മദ്രസത്തി ഫിസ്സാഅത്തിൽ ഖാമിസ, സ്കൂളിൽ നിന്ന് വിദ്യാലയത്തിൽ നിന്ന് 5 മണിക്ക് ഞാൻ മടങ്ങി. ഓക്കെ, അടുത്ത പേജ് നോക്കുക. അടുത്ത പേജിൽ ക്ലോക്കുകളിലും സമയം കൊടുത്തിട്ടില്ല. അതേപോലെ ആക്ടിവിറ്റികളും നിങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ രേഖപ്പെടുത്തണം. ഞാനിവിടെ കുറച്ച് എഴുതിത്തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് നിങ്ങളുടെ ആക്ടിവിറ്റികൾക്കനുസരിച്ചിട്ട് നിങ്ങളത് സ്വയം എഴുതുക. ഒന്നാമത്തത് വസ്വൽത്തു ഇലൽ ബൈത്തി. വസ്വൽത്തു ഞാൻ എത്തിച്ചേർന്നു, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, ഫിസ്സാഅത്തി സാദിസ 6 മണിക്ക്, ഞാൻ 6 മണിക്ക് എന്ത് ചെയ്തു, വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഇതല്ലാത്ത ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. അടുത്തത് ഞാൻ എഴുതിയിരിക്കുന്നത് ലഅബ്തു ഫിൽ മൈദാനി ഫിസ്സാഅത്തി സാലിസ. ലഅബ്തു ഞാൻ കളിച്ചു, ഫിൽ മൈദാനി മൈതാനത്ത്, ഗ്രൗണ്ടിൽ, ഫിസ്സാഅത്തി സാലിസത്തി 3 മണിക്ക് എന്ത് ചെയ്തു, ഞാൻ കളിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് ദഹബുത്തു ഇലൽ മസ്ജിദി ഫിസ്സാഅത്തി സാബിഅ. ദഹബുത്തു ഞാൻ പോയി, ഇലൽ മസ്ജിദി പള്ളിയിലേക്ക്, ഫിസ്സാഅത്തി അസാബിഅത്തി 7 മണിക്ക് ഞാൻ പള്ളിയിലേക്ക് പോയി. അവസാനത്തേത് തനാവൽത്തുൽ അഷാ ഫിസ്സാഅത്തി സാമിന. തനാവൽത്തു ഞാൻ കഴിച്ചു, അൽ അഷാ അത്താഴം, രാത്രി ഭക്ഷണം ഞാൻ കഴിച്ചു, ഫിസ്സാഅത്തി സാമിനത്തി 8 മണിക്ക് ഞാൻ കഴിച്ചു. ഓക്കെ, ഇത്രയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള മുഴുവൻ അഭിപ്രായങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.